ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരു സസ്യത്തെ പരിചയപ്പെടുകയാണ്. ഈ കാണുന്നതാണ് ആകാശവെള്ളരി എന്ന് പറയുന്ന സസ്യം. ഈ കാണുന്നത് അതിൻ്റെ കായകളാണ് ഇത്. ഇതിപ്പം ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്, ഇതിനധികം വെട്ടം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ ഈ വലിപ്പം. ഇത് ഏകദേശം വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 കിലോ മുകളിൽ തൂക്കം വരും, വലിയ വലിപ്പം വെക്കും. അപ്പോൾ ഇത് ഒരു തണ്ട് തന്നെ ഏകദേശം ഒരു 20 വർഷം വരെ നമുക്ക് തുടർച്ചയായിട്ട് അതിൽ നിന്ന് വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നടുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നല്ലപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തലിൽ മാത്രമേ കയറ്റാവൂ. അതായത് പാഷൻ ഫ്രൂട്ടാണ് ഇത് ശരിക്കും. ഇത് നമ്മൾ ആകാശ വെള്ളരി എന്നൊക്കെ പറയുന്നെങ്കിലും വെള്ളരി വിഭാഗമല്ല, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വിഭാഗം, അതായത് അതിൻ്റെ കുടുംബക്കാരാണ്. അപ്പോൾ ഇതിന് ജയന്റ് ഗ്രനഡില്ല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ജയന്റ് ഗ്രനഡില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പഴുക്കും. ഇതിപ്പോൾ ഇളം പരുവായതേ ഉള്ളൂ. ഇത് നന്നായിട്ട് പഴുക്കുമ്പോൾ ഇതിൻ്റെ തോട് കംപ്ലീറ്റ് അങ്ങ് മഞ്ഞ നിറമാവും. മഞ്ഞ നിറമാകുമ്പോൾ ഇത് നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിനകത്തെ അതിനകത്തെ അരികൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതേപോലെ ഇതിനകത്തും ഉണ്ടാവും. പിന്നെ പാഷൻ ഫ്രൂട്ടിന് തോട് കനം തീരെ കുറവല്ലേ, പക്ഷെ ഇതിനകത്തെ ആ തോടിനകത്ത് ആ കാണുന്ന കാമ്പ് അത് നമുക്ക് ചെറുതായിട്ട് ഒരു സ്പൂൺ എടുത്ത് അടർത്തിയതിന് ശേഷം അത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഐസ്ക്രീമോട് ഇട്ട് ഷേക്ക് പോലെ അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ ഈ കാണുന്ന പരുവത്തിൽ തന്നെ ഇത് നമുക്ക് തോരൻ വെച്ചാൽ ഈ വെള്ളരിക്കയൊക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടിരിക്കും. അതായത് നമുക്കിത് മുറിച്ച് ചെറുപയറിൻ്റെ കൂടെ ഒക്കെ കറി വെക്കാനൊക്കെ നല്ല സൂപ്പറാണ്. അമിതമായിട്ടുള്ള മറ്റുള്ള ഇതിൻ്റെ കൂട്ട് അങ്ങ് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും ശരീരത്തിന് ഗുണമുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇതിൻ്റെ പൂക്കൾ വിരിയുമ്പോൾ തന്നെ വലിയ പൂക്കളാണ്. അതായത് ഞാൻ പറഞ്ഞു പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കുടുംബക്കാരാണെന്ന് പറഞ്ഞു, വലിയ പൂക്കളാണ്. കാണാൻ തന്നെ നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒരുപാട് കായകൾ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് ഞാനാണെങ്കിൽ സാധാരണ ഒരു പന്തലായിട്ട് വെച്ചിരുന്നത് പൊട്ടിപ്പോയി, അത് കുറച്ച് കയറ് വെച്ചിട്ടാണ് കിട്ടിയത്. പക്ഷേ അതിനുശേഷം ഇത് അടുത്തുള്ള ഒരു മരത്തേലേക്ക് കയറിപ്പോയതിന് ശേഷം അതിൻ്റെ വള്ളി നശിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല നോക്കുക, ഇതിന് നല്ല കനമുണ്ട്. ഇതിപ്പോൾ ഒന്നുമല്ല, ഇത് വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെയൊക്കെ ചെറിയ കാകളാണ്. ഇത് നന്നായിട്ട് വെയിലൊക്കെ കിട്ടുന്നിടത്താണെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ നമ്മളെങ്ങനെയാണ് വിത്ത് എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വിത്ത് എടുത്ത് നമ്മൾ നടുകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അത് പരമാവധി പിന്നെ ഒഴിവാക്കുകയാണ് നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വിത്ത് എടുത്തു കഴിഞ്ഞാൽ 4 വർഷം വരെ എടുക്കും. അതിനകത്ത് നിന്ന് തൈ ആയതിനു ശേഷം അത് മെച്ചുവർ ആവാനായിട്ട് ഒരു 4 വർഷം എടുക്കും. പക്ഷേ നമുക്കിതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് ഒരു 4-5 മുട്ട് വെച്ച് മുറിച്ചതിന് ശേഷം ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റിനകത്തേക്ക് നമ്മൾ വെച്ച് തണലത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വേര് വരും. അത് നമുക്ക് നട്ടു കഴിഞ്ഞാൽ ഒരു 5 മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് കായകളുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഉണ്ടാവും. ഇത് ചിലർക്കാണെങ്കിൽ ഇത് നല്ല പോലെ പന്തലൊക്കെ ഇടാൻ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലസൗകര്യം കുറവുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സസ്യത്തിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഇതിൻ്റെ ഇല വലിപ്പം കണ്ടോ, ഇത് ഈ ഒരു അറ്റം വന്നുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ വന്നത്. നല്ല വലിപ്പത്തിലുള്ള ഇല തന്നെ ഉണ്ടാവും. അപ്പോൾ അത് മുറ്റത്തൊരു നല്ല പന്തലുമാണ്. അതേപോലെ നമുക്ക് ധാരാളം കായകളും കിട്ടും. കഴിവതും നിങ്ങൾ പന്തലിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കായകൾ വാവൽ അതേപോലെ വവ്വാൽ നമുക്ക് തരത്തില്ല. ഇത് അതുപോലെ ഏകദേശം ഒരു പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ അണ്ണാനും വന്ന് എല്ലാം തിന്നു തീർക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഉപയോഗിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചെറുപയറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാനും അതുപോലെ കറികളും ഒക്കെ വെക്കാനും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അതുപോലെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.